ഹരേ കൃഷ്ണ, നമസ്കാരം, സ്വാഗതം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിഷ്ണു സഹസ്രനാമമാണ്. അപ്പം നാമജപ സാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതാണ്. എന്നാൽ നമ്മൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അതിന് വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് പോലും ഒരു പ്രത്യേക സമയത്ത് നാമം ജപിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ശീലം ഉള്ളവർ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തരം നമുക്ക് തന്നെ ലഭിക്കും. അപ്പം നമ്മൾ ശരിക്കും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം പുറത്ത് അന്വേഷിക്കുമ്പോൾ അത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പം മനസ്സ് സംഘർഷമാകുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരവും കിട്ടില്ല. ജീവിതവും കുറച്ച് വിഷമമുള്ളതാവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ മനസ്സ് സംഘർഷം, അപ്പോൾ മനസ്സിനെയാണ് നമ്മൾ ആദ്യം കുറച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടത്. ഈ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് ചോദിച്ചാൽ അതിന് വേറെ വഴികളൊന്നുമില്ല. അതിന് എന്താ പറയുക, നമ്മൾ മരുന്നോ അതൊന്നും കഴിച്ചിട്ട് അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു ശാശ്വതമായിട്ടുള്ള നിയന്ത്രണമല്ല. മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ സംഘർഷമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സംഘർഷം നിറഞ്ഞ ജീവിതം ആയിരിക്കുമല്ലോ ഒരു മെജോറിറ്റിക്കുമുള്ളത്. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള ടിപ്സുകൾ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികളെ അവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവർക്ക് നാമം ജപിക്കാനും അതുപോലെ അവരെ മനസ്സിനെ ശാന്തമാക്കാനാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത്. നമ്മൾ LKG കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതാണ്, അതിനാണ് നമ്മൾ ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുപോലെ A to Z എഴുതി പഠിപ്പിക്കുന്നതിനും അതുപോലെ A for ആപ്പിൾ എന്ന് പഠിപ്പിക്കുന്നതിനുമൊക്കെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഈ പുറത്തുള്ള ഈ മെറ്റീരിയൽ നോളജിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല പ്രധാനം. വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അവന് തണലാകേണ്ടത് സ്വന്തം മനസ്സിൻ്റെ ശക്തിയാണ്. ആ മനസ്സിൻ്റെ ശക്തിയിലേക്ക് ആ കുട്ടിയെ അല്ലെങ്കിൽ ഓരോ കുഞ്ഞിനെയും ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ട്. അപ്പം നമ്മൾ വിദ്യാഭ്യാസം ഒരു മെറ്റീരിയൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ജീവിതം സുന്ദരമായിട്ട് മാറുള്ളൂ. അപ്പം ആ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് നമ്മുടെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും, പ്രത്യേകിച്ച് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ തന്നെ. അപ്പം അതിലേക്ക് നോക്കാനും ആ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളിലൂടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും കുഞ്ഞുനാളിലെ കുറച്ച് അവരിലേക്ക് ആ ഒരു അറിവ് എത്തിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഇന്ന് സാഹചര്യങ്ങൾ ഒരുപാട് കുറവാണ്. എന്നാൽ അച്ഛനും അമ്മയും മാതാപിതാക്കളും അതിനുവേണ്ടി വളരെയധികം അതിനുവേണ്ടി ഒരു മുൻകൈ എടുക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ അവർ പഠിച്ച് നല്ല ഡിഗ്രി എടുക്കുക എന്നുള്ളത്, അതിലൂടെ അവർക്ക് ബാങ്കിൽ അക്കൗണ്ടും അതുപോലെ നല്ല ഡെപ്പോസിറ്റും ഒക്കെ കിട്ടും. പക്ഷേ ഒരു സ്പിരിച്വൽ ഡെപ്പോസിറ്റ്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു അക്കൗണ്ട് അത് ഉണ്ടായാൽ മാത്രമേ ജീവിതം സുന്ദരമായിട്ട് മാറുള്ളൂ. ആ ആത്മീയമായിട്ടുള്ള ഡെപ്പോസിറ്റ് ഇട്ട് തുടങ്ങേണ്ടത് കുട്ടിക്കാലത്ത് തന്നെയാണ്. അപ്പം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത്തരം നാമജപങ്ങൾ, അതായത് സഹസ്രനാമ ജപം, അത് ചെറിയ പ്രായത്തിലെ അത് കേൾക്കാനും അത് പാരായണം ചെയ്യാനും ഒക്കെ കുട്ടികളെയും പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ആദ്യം പഠിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അർത്ഥവും കൂടെ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് കുറച്ച് ഗുണം കൂടുതലാണ്. കാരണം ഏതും നമ്മൾ അറിവോടുകൂടി ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു സുഖമുള്ളത്. അതുപോലെ ആ ഒരു അർത്ഥങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ നോക്കുന്ന ഭാഗം വിഷ്ണു സഹസ്രനാമത്തിലെ 691 മുതൽ 700 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു, ഭഗവൻ നമസ്തേ. ഇന്ന് നോക്കുന്ന
ശ്ലോകങ്ങൾ വരുന്നത് മനോജവസ്തകരോ വസുരേത വസുപ്രദ വസുപ്രദോ വാസുദേവോ വസർവസമനാഹവി സദ്ഗതി സത്കൃതി സത്കർത്ത സദ്ബോധി സത്പരായണ. ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നോക്കുന്നത്. 691 മുതൽ 700 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ ഇവിടെ തീർത്ഥകര എന്നാണ് 691 നാമം പറയുന്നത്. തീർത്ഥകര, തീർത്ഥകര, തീർത്ഥം എന്നാൽ വിദ്യ എന്നാണ് അർത്ഥം. ഭഗവാൻ 14 വിദ്യകളുടെയും വേദബാഹ്യങ്ങളായ വിദ്യകളുടെയും സിദ്ധാന്തങ്ങളുടെയും കർത്താവാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ തീർത്ഥകര. ഭഗവാൻ തീർത്ഥം എന്ന് പറയുമ്പോൾ വിദ്യ എന്നുള്ള അർത്ഥമാണെങ്കിൽ വിദ്യയുടെ കർത്താവാണ് ഭഗവാൻ. എല്ലാ വേദങ്ങളും ഭഗവാനാണ് ബ്രഹ്മാവിന് ഉപദേശിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ തീർത്ഥകര എന്ന് പറയുമ്പോൾ എല്ലാ വേദങ്ങളുടെയും വിദ്യകളുടെയും കർത്താവാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഇനി 692 വസുരേധ. വസു എന്ന് പറയുമ്പോൾ സ്വർണം എന്ന അർത്ഥമുണ്ട്. ഭഗവാന്റെ രേതസ് അല്ലെങ്കിൽ വീര്യം ആണത്. അതുപോലെ ഭഗവാൻ ആദ്യകാലത്ത് ജലത്തെ സൃഷ്ടിച്ചു, അതിൽ വീര്യത്തെ വിസർജിച്ചു എന്ന് പറയുന്നുണ്ട്. അതാണ് ബ്രഹ്മാവിൻ്റെ ഉത്പത്തിക്ക് കാരണമായിട്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ള അണ്ഡമായിട്ട് തീർന്നത്. ബഹിരൺമയമായ അണ്ഡം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആ ഒരു ഭഗവാൻ ആദ്യം ജലത്തെ സൃഷ്ടിച്ചു, അതിൽ തൻ്റെ രേതസ് അല്ലെങ്കിൽ വീര്യത്തെ വിസർജിച്ചു. അതാണ് പിന്നീട് സ്വർണ്ണമയമായ അണ്ഡമായിട്ട് മാറിയത്. അതിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ഉത്പത്തിക്ക് കാരണമായത്. അപ്പോൾ അത് ഭഗവാനാണ്. അതാണ് വസുരേധ. ഇനി അടുത്തത് വസുരേധ എന്ന് പറയുമ്പോൾ സ്വർണം ഭഗവാന്റെ വീര്യമാണ്. ആ സ്വർണം തന്നെ ഭഗവാന്റെ വീര്യമാണ് എന്നുള്ളതാണ് വസുരേധ. ഇനി 693 വസുപ്രദ. വസു എന്ന് പറയുമ്പോൾ സമ്പത്ത് എന്നാണ്. പ്രദാനം ചെയ്യുക, നൽകുക. അപ്പോൾ സമ്പത്ത് പ്രദാനം ചെയ്യുന്ന ഭഗവാൻ. അല്ലെങ്കിൽ ഫലം. വസു എന്ന് പറയുമ്പോൾ സമ്പത്ത് എന്നും പറയാം, ഫലം എന്നും പറയാം. അപ്പോൾ അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങളുടെയും ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ അങ്ങനെയും പറയാം. മോക്ഷം എന്നും വസു എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ. അങ്ങനെ ഭക്തർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമ്പത്തിനെ പ്രദാനം ചെയ്യുന്നു എന്നും പറയാം വസുപ്രദ. അല്ലെങ്കിൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു എന്നും പറയാം. ഇനി അടുത്തത് 694 വസുപ്രദ. ദേവശത്രുക്കളുടെ ധനത്തെ ഖണ്ഡിക്കുന്നവൻ. അതാണ് വസുപ്രദ എന്ന് പറയുന്നത്. ഇവിടെ മുമ്പ് പറഞ്ഞതും വസുപ്രദ തന്നെ. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ വസുപ്രദ എന്ന് പറയുന്നത് ഇവിടെ മുൻപിലുള്ള നാമത്തെ ഇവിടെ ഒന്ന് ആവർത്തിക്കുന്നു. ശത്രുക്കളായിട്ടുള്ളവരുടെ ധനത്തെ ഖണ്ഡിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. 695 വാസുദേവ. വസുദേവരുടെ പുത്രനാണല്ലോ കൃഷ്ണൻ. അപ്പോൾ ആ കൃഷ്ണനെ വാസുദേവൻ എന്ന് പറയും. വാസുദേവൻ എന്ന് പറയുമ്പോൾ വസുദേവരുടെ പുത്രൻ എന്നുള്ള അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാത്തിലും ആത്മരൂപേണ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെ സ്ഥിതി ചെയ്യുന്നവൻ, എന്നിട്ട് അവയെ പ്രകാശിപ്പിക്കുന്നവൻ ഭഗവാൻ വാസുദേവൻ. അപ്പോൾ എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവജാലങ്ങളിലും എല്ലാറ്റിലും ആത്മരൂപേണ അല്ലെങ്കിൽ ചൈതന്യരൂപേണ വസിച്ച് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ വാസുദേവൻ എന്ന് ഭഗവാന്റെ നാമം. ഇനി 696 വസുഹു. സകല ഭൂതങ്ങളും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സകല ഭൂതങ്ങളിലും ഭഗവാൻ വസിക്കുന്നു. വസുഹുവാണ്. എല്ലാ ഭൂതങ്ങളിലും ഭഗവാനുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു പറയാം, എല്ലാം ഭഗവാനിൽ വസിക്കുന്നു. നത്വഹം തേഷു തേമയി എന്ന ചാപ്റ്റർ 7 ഗീതയിൽ പറയുന്നുണ്ട്. എല്ലാം എന്നിലാണ്, അതായത് എല്ലാം ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അതായത് ധനം, രത്നം, ജലം, രശ്മികൾ എന്നെല്ലാം അനേകം അർത്ഥങ്ങളുള്ളത്. ഇതെല്ലാം അർത്ഥങ്ങളാണ്, ഇതെല്ലാം സമ്പത്താണ്. ധനം സമ്പത്താണ്, പിന്നെ അതുപോലെ രത്നങ്ങൾ, സ്വർണം, ഇതൊക്കെ വില കൂടിയ സമ്പത്തായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ ജലവും ഒരു സമ്പത്താണ്. ജലമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. ജലം ഒരു സമ്പത്താണ്. ഇതെല്ലാം പിന്നെ എന്നാൽ അനേകം അർത്ഥങ്ങളുള്ള ഇതെല്ലാം തന്നെ ഭഗവാന്റെ ചൈതന്യമാണെന്ന് പറയാം. അപ്പോൾ പിന്നെ ഇതെല്ലാം ധനവും രത്നവും ജലവും, ജലം ഭഗവാന്റെ ചൈതന്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സകല ഭൂതങ്ങളും ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ സകല ഭൂതങ്ങളിലും ഭഗവാൻ വസിക്കുന്നു. രണ്ടും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എല്ലാം ഭഗവാനിൽ വസിക്കുന്നു, ഭഗവാനിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഭഗവാനിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഭഗവാനിലാണ്, പ്രപഞ്ചം തന്നെയായിട്ടുള്ള ഭഗവാനിൽ നമ്മളിരിക്കുന്നു. അതുപോലെ നമ്മളുടെ ഉള്ളിലും ഭഗവാൻ ഇരിക്കുന്നു. അതാണ് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക എന്ന് നാരായണ ഗുരുദേവൻ പാടിയിട്ടുണ്ടല്ലോ ദൈവദശകത്തിൽ. അപ്പോൾ ഇവിടെ 697 വസുമന, എല്ലാത്തിലും തുല്യമായിട്ട് വസിക്കുന്ന മനസ്സുള്ളവൻ, എല്ലാത്തിലും വസുമന, തുല്യമായി വസിക്കുന്ന മനസ്സുള്ളവൻ. അതുകൊണ്ടാണ് ഭഗവാൻ ചാപ്റ്റർ 9 ഭഗവത്ഗീത 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ഭൂതങ്ങളിലും സമമായിട്ടിരിക്കുന്നു, എല്ലാ ഭൂതങ്ങളിലും സമനാണ്. എനിക്ക് പിന്നെ എന്താ പറയുക, പ്രിയനുമില്ല, എനിക്ക് അപ്രിയനായിട്ടും ആരുമില്ല, എനിക്ക് ദ്വേഷിക്കാനും എനിക്ക് വെറുക്കാനും ആരുമില്ല. അതായത് സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷ്വേസ്തിന പ്രിയ ഭജന്തിതു മാം ഭക്തിയ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാണോ പിന്നെ എല്ലാ ഭൂതങ്ങളിലും സമമായിട്ടിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. എനിക്ക് നമേ ദ്വേഷ്വേസ്തിന പ്രിയ, എനിക്ക് ദ്വേഷിക്കേണ്ടവനായിട്ടും ആരുമില്ല, എനിക്ക് പ്രിയനായിട്ടും ആരുമില്ല. ഭഗവാൻ ആരോടും ഒരു പ്രത്യേക പ്രിയവുമില്ല, അതുപോലെ ഒരു പ്രത്യേക വെറുപ്പും ഇല്ല എന്ന്. ഇനി 698 ഹവി, ദേവപ്രീതിക്കായിട്ട് യാഗാഗ്നിയിൽ നമ്മൾ ഹോമങ്ങളൊക്കെ നടത്തുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, യാഗാഗ്നിയിൽ ഹവിസ് അർപ്പിക്കും, ആ നെയ്യ് അർപ്പിക്കുന്നത്. ആ ഹവിസ് ഭഗവാന്റെ തന്നെ രൂപമാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപനിഷത്ത് മന്ത്രം, ആ ഉപനിഷത്ത് മന്ത്രം ഉപനിഷത്ത് മന്ത്രമാണ് അത്. ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 4 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മ അഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അതായത് നമ്മൾ അർപ്പിക്കുന്ന പിന്നെ ആ ഒരു ഹവിസും ബ്രഹ്മമാണ്, അർപ്പിക്കുന്ന ആളും ബ്രഹ്മമാണ്, അഗ്നിയും ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്ന് പറയുന്നത് ആ ഒരു ശ്ലോകത്തിൽ. ചാപ്റ്റർ 4 ഭഗവത്ഗീത 24ാമത്തെ ശ്ലോകത്തിൽ അർപ്പിക്കുന്ന പ്രക്രിയയും അർപ്പിക്കുന്ന ഹവിസും അത് രണ്ടും ഭഗവാനാണ് എന്ന് പറയുന്നത്. കാരണം മഹാഹവിഹി, ഭഗവാൻ ഹവിസാണ്. ഇനി 699 സദ്ഗതി നല്ല ഗതി എന്നുള്ള അർത്ഥം. സത്തുക്കൾക്ക് സജ്ജനങ്ങൾക്ക് ഗതിയായിട്ടുള്ളവൻ. ഗതി എന്നതിന് മാർഗമെന്നും ലക്ഷ്യമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ നല്ല മാർഗം ഭഗവാനാണ്, സജ്ജനങ്ങൾക്ക് നല്ല മാർഗവും ഭഗവാനാണ്, നല്ല ലക്ഷ്യവും ഭഗവാനാണ്. അപ്പോൾ എല്ലാ ജീവന്മാരും എത്തേണ്ട ലക്ഷ്യം ഉണ്ടല്ലോ, എത്തേണ്ട ലക്ഷ്യം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ മാർഗവും ഭഗവാനാണ്. ഭഗവാൻ എന്ന മാർഗത്തിലൂടെ മുന്നേറുമ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ബ്രഹ്മം ഉണ്ട് എന്നറിയുന്നവനാണ് സത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സത്തുക്കൾ എന്നൊക്കെ പറയില്ലേ, സജ്ജനങ്ങൾ. അപ്പോൾ ബ്രഹ്മമുണ്ട് എന്നറിയുന്നവരെയാണ് സത്ത് എന്ന് പറയുന്നത്. ആ സത്തുക്കളാൽ, ആ സജ്ജനങ്ങളാൽ പ്രാപിക്കപ്പെടുന്ന ആ ഗതി, അതിനെയാണ് സദ്ഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് സത്തായിട്ടുള്ള ഗതി, ശരി, നല്ലതായിട്ടുള്ള ഗതി, അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം എന്നാണ് അർത്ഥം. അപ്പോൾ സദ്ഗതി എന്ന് പറയുമ്പോൾ ശാശ്വതമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം, സദ്ഗതി, സത്തായിട്ടുള്ള ഗതി എന്നൊക്കെ അർത്ഥമുണ്ട്. അത് ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം. ഇനി 700ാമത്തെ ശ്ലോകം സത്കൃതി, ഉത്കൃഷ്ടമായ കർമ്മം, അതാണ് സത്കൃതി.
ഇവിടെ ഉത്കൃഷ്ടമായ അല്ലെങ്കിൽ സത്തായിരിക്കുന്ന കൃതി അത് ജഗത്തിൻ്റെ രക്ഷണസ്വരൂപമായ കൃതി അത് ഭഗവാനുള്ളത് കൊണ്ട് സത്കൃതി എന്ന് ഭഗവാനെ വിളിക്കുന്നു. അല്ലെങ്കിൽ സത്കൃതിയല്ല, കൃതി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കർമ്മത്തെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഉത്കൃഷ്ടമായ കർമ്മത്തെ കാണിക്കുന്നു ഈ നാമം. അപ്പം ഭഗവാൻ യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലും ഉള്ള നിഷ്ഠ, യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലുമുള്ള നിഷ്ഠ, അതാണ് സത്ത് എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം. അപ്പോൾ അവയെ സംബന്ധിച്ചുള്ള, അപ്പം നല്ല നല്ല കാര്യങ്ങളിലുള്ള നിഷ്ഠയാണ് സത്ത് എന്ന് പറയുന്നത്. നല്ല ജനങ്ങളെ സജ്ജനങ്ങളെന്ന് പറയുന്നു. അപ്പം ആ യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലുമുള്ള നിഷ്ഠ, അതാണ് സത്ത് എന്ന ശബ്ദത്തിന് അർത്ഥമെങ്കിൽ അവയെ സംബന്ധിച്ചുള്ള കർമ്മമാണ് സത്കൃതി എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നു, ഉത്തമ സാധകന്മാരും ഭക്തരും അനുഷ്ഠിക്കുന്ന ഈ ഭാവത്തിലുള്ള കർമ്മം ഭഗവത് സ്വരൂപമാണ്. അപ്പോൾ ഉത്തമമായിട്ടുള്ള കർമ്മമാണല്ലോ സത്കൃതി. ആ സത്കൃതി തന്നെ, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവത് ചൈതന്യത്തിൻ്റെ പ്രസരമാണ് സജ്ജനങ്ങളിലൂടെ കർമ്മമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സജ്ജനങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഭഗവത് ചൈതന്യത്തിൻ്റെ പ്രസരമാണ് എന്ന് പറയുന്നു. അപ്പോൾ സജ്ജനങ്ങളുടെ നല്ല നല്ല കർമ്മങ്ങൾ അത് ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തിൻ്റെ തന്നെ പ്രസരമാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് സത്കൃതി, ഉത്കൃഷ്ടമായ കർമ്മം. അപ്പം സജ്ജനങ്ങൾ ഉത്കൃഷ്ട കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന ആ കർമ്മം തന്നെ ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ പ്രസരമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയ ഭാഗം 691 മുതൽ 700 വരെയുള്ള നാമങ്ങളാണ്. അതായത് അത് വരുന്നത് മനോജവസ്തീർത്ഥകരോ വസുരേത വസപ്രദ വസുപ്രദോ വാസുദേവോ വസർവസുമനാഹവി സദ്ഗതി സത്കൃതി സത്ത സദ്ബോധി സത്പരായണ ശൂരസേനോ യത് ശ്രേഷ്ഠ സന്നിവാസ സുയാമുന. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ നാമങ്ങൾ വരുന്നത്. 691 മുതൽ 700 വരെയുള്ള നാമങ്ങൾ. ഇത്രയും നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഹരേ കൃഷ്ണ.